ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പം എല്ലാവരും ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യമാണ് എന്നാണ് ഇന്ത്യ പാകിസ്ഥാന് ഒരു മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം എപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത് ഒരു മറുപടി എന്ന് പറയുമ്പം ഒരു സൈനിക നടപടിയാണ് എല്ലാവരുടെയും മനസ്സിലോട്ടും എല്ലാവർക്കും വേണ്ടതും സൈനിക നടപടി തുടങ്ങി എന്നുള്ളൊരു വാർത്ത കേൾക്കാൻ വേണ്ടിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ ഫസ്റ്റ് നയതന്ത്ര തലത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ നല്ല പ്രഹരമാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റും, ഇനിയൊരു പാകിസ്ഥാൻ പൗരനും ഇന്ത്യ വിസ കൊടുക്കില്ല. ഇപ്പോൾ ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാർ വിത്തിൻ 48 അവേഴ്സിനുള്ളിൽ ഇന്ത്യ വിട്ടു പോകണം. അതുപോലെ ഇന്ത്യയിലെ അതിർത്തികളെല്ലാം അടച്ചിരിക്കുകയാണ്. അതുപോലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെയും പുറത്താക്കിയിട്ടുണ്ട്. അതുപോലെ പാകിസ്ഥാനിൽ ഉള്ള നയതന്ത്ര ഉദ്യോഗസ്ഥരെയും ഇന്ത്യ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ നയതന്ത്രപരമായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാന് നല്ലൊരു പ്രഹരം കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതല്ല ശരിക്കും വേണ്ടത്. അതുകൊണ്ടാണ് പലരും പറയുന്നത് ഇസ്രായേൽ കയറി ഹമാസ് ആക്രമിച്ചപ്പോൾ എന്താണോ ഇസ്രായേൽ ചെയ്തത് അതുപോലെ ഇന്ത്യ ചെയ്യണമെന്നാണ് ഓരോ ഇന്ത്യക്കാരനും വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ഇന്ത്യക്കാരനും വേണ്ടത് അതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരയുന്ന ഒരു കാര്യം എന്താണ് ഇന്ത്യ കൊടുക്കാൻ പോകുന്ന പ്രഹരം എന്നാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, ഇന്ത്യ തീർച്ചയായും ഇതിനൊരു മറുപടി കൊടുക്കും. അതിന് സൈനികപരമായിട്ടുള്ള ഒരു മറുപടി ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലെ ഇസ്രായേൽ ഹമാസിന് കൊടുത്ത ആ ഒരു സ്കെയിലോട്ടൊന്നും ഇന്ത്യ പോകില്ല. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒത്തിരിയേറെ തീരുമാനങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ മെയിൻ ഒരു തീരുമാനമാണ് ഇന്ത്യ നദീജല കരാറിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ഇത് വലിയ ഒരു മാറ്റം പാകിസ്ഥാനിൽ എന്തായാലും ഉണ്ടാകും. കാരണം വെള്ളം വളരെ അത്യാവശ്യമാണ്. പാകിസ്ഥാനിലെ പല ഭാഗങ്ങളിലും 70% വെള്ളമാണ് പാകിസ്ഥാന് കൊടുത്തുകൊണ്ടിരുന്നത്. ആ കരാർ അങ്ങോട്ട് റദ്ദാക്കിയിട്ടുണ്ട്. അത് മേജറായിട്ടുള്ള കാര്യമാണ്. പലരും ചോദിക്കുന്ന കാര്യമുണ്ട്, ഇന്ത്യ എന്തുകൊണ്ടാണ് സൈനിക നടപടി വൈകുന്നതെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നു. അതായത് സാമൂഹിക മാധ്യമങ്ങളിൽ, അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്രമാത്രം വൈകുന്നത്. നേരത്തെ നമുക്ക് കണ്ടതാണ്, ഇസ്രായേലിൽ ഹമാസ് ആക്രമിച്ചപ്പോൾ ഇസ്രായേൽ എന്താണ് ചെയ്തതെന്നും ഇപ്പോൾ എന്താണ് ഹമാസിൻ്റെ അവസ്ഥയെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇസ്രായേൽ ഹമാസിനെ ആക്രമിച്ച് ഹമാസിനെ നിരത്തിയതുപോലെ ഇവിടെയും ചെയ്യണമെന്നാണ്. അതായത് വർഷങ്ങളായിട്ട്, അതായത് പതിറ്റാണ്ടുകളായിട്ട് ഈ ഒരു പ്രശ്നം ഇന്ത്യക്ക് ഭയങ്കര തലവേദനയാണ്. അതായത് ഇത് തുടങ്ങിയിട്ട് ഇന്നലെ തുടങ്ങിയ സംഭവമല്ല, കുറേ വർഷങ്ങളായിട്ട് തുടങ്ങിയ സംഭവമാണ്. പക്ഷേ ഇപ്പം ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാശ്മീർ ശാന്തമായിരുന്നു. അതായത് നമ്മുടെ മോഡി സർക്കാർ കയറിയ ശേഷം പിന്നീട് ഇവന്മാർ അനങ്ങിയിട്ടില്ല. ഇവർക്ക് അനങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള അവസ്ഥ. പക്ഷേ കുറേ അറ്റംപ്റ്റ് നടത്തിയപ്പോൾ ഒരു അറ്റംപ്റ്റ് വിജയിച്ചു. ഇപ്പോൾ ഇവിടെ നമുക്കൊരു സൈനികമായിട്ടുള്ള നടപടി തുടങ്ങുന്നതിന് മുമ്പ് കുറേയധികം കാര്യങ്ങൾ ഇന്ത്യക്ക് ചെയ്യാനുണ്ട്. ഫസ്റ്റ്, ഇതിനുള്ള തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ ഇന്ത്യയുടെ സുഹൃത്തുക്കളായിട്ടുള്ള രാജ്യങ്ങൾക്ക് ഈ തെളിവുകൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഫസ്റ്റ് ഇതിനുള്ള തെളിവുകളെല്ലാം കളക്ട് ചെയ്യണം. അതുപോലെ ഇവിടെ വന്ന് ആക്രമിച്ച ആളുകളെ, അതായത് ടെററിസ്റ്റിനെ നമുക്കിതുവരായിട്ട് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഇന്ത്യയുടെ ഒരു പോരായ്മയല്ല. ഇന്ന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ആക്രമണം നടന്ന ഒരു സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതിയാണ്. അതായത് ഇതിൻ്റെ മുകളിലോട്ട് കുന്നുകളും അതുപോലെ തന്നെ വലിയ വനമാണ്. ഈ വനത്തിൽ കയറി ഒളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഈസി ആയിട്ട് നമുക്ക് ഡ്രോൺ വെച്ചാണെങ്കിലും ഹെലികോപ്റ്ററിലാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല, മാസങ്ങളുടെ തയ്യാറെടുപ്പാണ്. അതായത് 1-2 ദിവസം കൊണ്ടല്ല ഈ ഒരു സംഭവം ഇമാർ ചെയ്തിരിക്കുന്നത്. വളരെയധികം മാസങ്ങൾ ഇമാർ ഇതിനു വേണ്ടി എടുത്ത് പ്രിപ്പറേഷൻ നടത്തി രക്ഷപ്പെടേണ്ട മാർഗങ്ങൾ എല്ലാം ചെയ്തിട്ടാണ് ഈ പരിപാടി ഇമാർ ചെയ്തിരിക്കുന്നത്. അതായത് ഇത് പാകിസ്ഥാൻ്റെ നേരിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അതിർത്തിയിലോട്ട് പോകണം. അതിർത്തിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ അടുത്ത കാലത്തായിട്ട് കണ്ടമാനം മൈൻസ് അവർ ചെയ്തിട്ടുണ്ട്. മൈൻസ്, അതുപോലെ തന്നെ കുഴിബോംബുകളെല്ലാം ഇവരിത് എന്താ പറയുക ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്.
ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം പാകിസ്ഥാന് ഈ നേരിട്ടുള്ള ബന്ധം ഈ ഒരു കാര്യത്തിൽ ഈ ഒരു അറ്റാക്കിൽ ഉണ്ടെന്നുള്ളത് തന്നെയാണ് ഇന്ത്യക്കും കറക്റ്റായിട്ടെല്ലാം അറിയാം. ഇനി എന്നാണ് സൈനികമായിട്ടുള്ള നടപടി തുടങ്ങുന്നത് അല്ലെങ്കിൽ തുടങ്ങുമോ, സൈനികമായിട്ടുള്ള നടപടി ഇന്ത്യ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇന്ത്യ പൊട്ടിച്ചിരിക്കും, നല്ല രീതിയിൽ പൊട്ടിച്ചിരിക്കും. പക്ഷേ ഇന്ന് ആളുകൾ വിചാരിക്കുന്നത് പോലെ, ആളുകളുടെ ഒരു ചിന്താഗതി ഇസ്രായേൽ ഹമാസിനെ ആക്രമിച്ച് അതേ രീതിയിൽ ആക്രമിക്കണം എന്നാണ് ഇന്ത്യയെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ആഗ്രഹം. അന്ന് ഹമാസ് ആക്രമിച്ച അതേ രീതി തന്നെയാണ് ഇന്ത്യനെ ഇന്നിപ്പം പാകിസ്ഥാൻ ഈ TRFനെ വെച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ ഇന്ത്യക്ക് ചെയ്യാൻ കഴിവില്ലേ? ഇതാണ് പല ആളുകളും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നതിൽ പലരുടെയും ഡൗട്ട്സ്. അതാണ്, ഇന്ത്യക്ക് കഴിവുണ്ട്, പഴയ ഇന്ത്യ അല്ല. മോഡി സർക്കാർ വന്നതിന് ശേഷമുള്ള ഇന്ത്യ എന്ന് പറയുന്നത് തീർത്തും എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യയാണ്, പവർഫുൾ ആയിട്ടുള്ള ഇന്ത്യയാണ്. പലരും ചോദിച്ചിരുന്നു മോഡി ലോകങ്ങൾ മുഴുവൻ കറങ്ങി നടക്കുവാണ്, ഇഷ്ടംപോലെ പൈസ കളയുവാണ്, ഇതുകൊണ്ട് എന്ത് കാര്യമുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് ഇന്ത്യക്ക് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളുമായിട്ടും നല്ല സൗഹൃദമുണ്ട്. ഇതിനു മുമ്പ്, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നോക്കുകയാണെങ്കിൽ US പാകിസ്ഥാൻ്റെ സൈഡിലായിരുന്നു. ഇന്നിപ്പോൾ പാകിസ്ഥാൻ തീർത്തും ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. ഈ സംഭവത്തിന് ശേഷം പാകിസ്ഥാനെ പിന്തുണച്ച ഒരു രാഷ്ട്രം പോലും ഈ ഭൂമുഖത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് കാണാൻ പറ്റും, കാനഡ ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യയുമായിട്ട് ഒത്തിരിയേറെ പ്രശ്നം ഉണ്ടാക്കിയ കൺട്രിയാണ് കാനഡ. ഏകദേശം 30 മണിക്കൂർ ശേഷമാണ് ഇത് ഈ സംഭവത്തെ അപലപിക്കുന്നത്. അത് ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ കൺട്രീസും, കാനഡ ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ കൺട്രീസ്, US, അതുപോലെ തന്നെ ഈവൻ ചൈന വരെ ഇതിനകത്ത് ഒരു അവരുടെ നിലപാടുകൾ അല്ലെങ്കിൽ ഇതിനെ ശരിക്കും വേണ്ടി ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ഇതിൻ്റെ ഫണ്ടിങ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എവിടെ നിന്നാണ് ഇവർക്ക് ഈ ഫണ്ട് കിട്ടിയത്? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇസ്ലാമാബാദ്, അതായത് പാകിസ്ഥാൻ വളരെയധികം തകർന്ന അവസ്ഥയിലായിരുന്നു. പക്ഷേ എവിടെ നിന്ന് ഫണ്ട് കിട്ടി? അതായത് അത് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സർക്കാർ ശരിക്കും കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇതിന് പുറകിൽ പാകിസ്ഥാൻ മാത്രമേ ഉള്ളൂ, അതെയോ ചൈന കൂടി ഉണ്ടോ എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ ഹമാസ് പോലുള്ള സംഘടനകളുടെ സഹായവും ഇതിൽ വന്നിട്ടുണ്ടോ എന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സർക്കാർ, അത് ശരിക്കും ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ഒരു കാര്യം ഇതിനകത്ത് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു ഫൈനൽ ക്വസ്റ്റ്യനാണ്, ഇനി എന്നാണ് ഇന്ത്യ ഇപ്പോൾ ചെതിലിപ്പിന് എന്നാണ് ഇന്ത്യ പാകിസ്ഥാനിൽ കയറി നശിപ്പിക്കുന്നത്, പാകിസ്ഥാനിൽ കയറി ഈ തീവ്രവാദികളെ നശിപ്പിക്കുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇത് ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ശരിയാണ്, ഇത് ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. കാരണം ഇന്ത്യക്ക് പുറകിൽ അല്ലെങ്കിൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ ലോകരാജ്യങ്ങൾ മുഴുവനുണ്ട്. ഈ നിലയിൽ നോക്കുമ്പോൾ ഇന്ത്യക്ക് ഇത് ബെസ്റ്റ് സമയമാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ കാര്യമായി, അതായത് ഒരു മാസീവ് ലെവലിൽ കയറി പൊട്ടിക്കില്ല. അതിന് മെയിൻ കാര്യം, ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി യുദ്ധം എന്ന സംഭവം, യുദ്ധത്തിനെ അനുകൂലിക്കുന്ന ഒരു കൺട്രിയല്ല. അല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു മാറാൻ പറ്റുമെങ്കിൽ ഒഴിഞ്ഞു മാറണം എന്ന് ചിന്തിക്കുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. അത് മോഡി സർക്കാർ വന്നതിന് ശേഷമാണ്, അതായത് നമ്മളെ എപ്പോഴും മാന്തിക്കൊണ്ടിരുന്ന നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരുന്നപ്പം കയറി അടിച്ചത് ശേഷമാണ് പിന്നീട് അമാർ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവും ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇല്ലാതിരിക്കുന്നത്. പക്ഷേ ഈ റീസെൻ്റ്ലി പാകിസ്ഥാനും ചൈനയും മനസ്സിലാക്കുവാണ്, ഇങ്ങനെ വിട്ടാൽ ഇന്ത്യനെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലോട്ട് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുവാന്ന് നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളല്ല, നമ്മുടെ അയൽ രാജ്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഇന്ന് ലോകത്തിൽ പവർഫുള്ളായിട്ട് നിൽക്കുമ്പോൾ ഇന്ത്യ ഒന്നും ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഇന്ത്യ സർക്കാരിനല്ല, ഇന്ത്യക്കാർക്ക് അപമാനമാണ്, അല്ലെങ്കിൽ അവരുടെ അഭിമാനത്തിന് ഖേദം വരുന്ന രീതിയിലുള്ള കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായും ഇന്ത്യൻ സർക്കാർ സൈനിക നടപടി ഇതിൽ ചെയ്തിരിക്കും. അപ്പോൾ അതിനുള്ള സൂചനകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയ കപ്പലുകൾ ഒന്നായ INS വിക്രാന്തിനെ അവർ കറാച്ചി സൈഡിലോട്ട്
മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ഇന്ന് 1-2 മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ശരിക്കും ഇത് പറഞ്ഞു കൊടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ വെറുതെ ഇരിക്കില്ല. അതുപോലെ തന്നെ പാകിസ്ഥാനും അവർ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഞാൻ പാകിസ്ഥാൻ്റെ പ്രിപ്പറേഷൻ ഇന്ന് തുടങ്ങിയതല്ല കേട്ടോ. ഈ ഒരു സംഭവം അവർ ആസൂത്രണം ചെയ്തപ്പോൾ തന്നെ അതിനുള്ള ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. എനിവേ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം അവർ ബോർഡർ സൈഡിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് സൈനികർ പുറകോട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം, പാകിസ്ഥാൻ അവരുടെ അടുത്തുള്ള ബേസ്, അതായത് ഇന്ത്യൻ ബോർഡറുമായിട്ട് ഇന്ത്യൻ ബോർഡറിന് സമീപമുള്ള ബേസുകളിലെല്ലാം അവരുടെ എയർക്രാഫ്റ്റ് എല്ലാം ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഭയന്നിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയുടെ ആക്രമണം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഏത് ലെവലിലാണെന്ന് മാത്രമാണ് അവർക്ക് ഒരു സംശയം, ഏത് ലെവലിൽ ഇന്ത്യ അവരെ ആക്രമിക്കും. അതുകൊണ്ടാണ് അവർ ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് 1-2 ദിവസത്തിനുള്ളിൽ ഒരു മിസൈൽ പരീക്ഷണം കറാച്ചി സൈഡിൽ നടത്തുമെന്ന് അവർ പറഞ്ഞിരുന്നു. ഇനി പറഞ്ഞ നിമിഷങ്ങൾക്കകം ഇന്ത്യ ഒരു മിസൈൽ, ഒന്നല്ല എനിക്ക് 1-2 ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള മിസൈലുകൾ അവർ ഇന്ത്യ പരീക്ഷിച്ചിരിക്കുകയാണ്. അതായത് ഇവിടെ ഇന്ത്യക്ക് കുറച്ച് വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ ശേഷം പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പ്, അങ്ങനെ തെരഞ്ഞെടുപ്പ് വരാനുള്ള കാരണം സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിൻ്റെ ഓർഡർ അനുസരിച്ചാണ് ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് നടത്തിയത്. പക്ഷേ ഇത്ര വേഗത്തിൽ നടത്തണമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. അതായത് ആ ഒരു സ്ഥലത്തിൻ്റെ കാശ്മീർ ശരിക്കും മാറ്റിയെടുത്തിട്ട് വേണമായിരുന്നു തെരഞ്ഞെടുപ്പ് നടത്താൻ. ഇന്ത്യ വരുത്തിയ രണ്ടാമത്തെ മിസ്റ്റേക്ക് ഇതിലുണ്ടെങ്കിൽ ഒരു സൈനിക സാന്നിധ്യം കുറച്ചിരുന്നു ഈ ഒരു കാശ്മീർ ഭാഗങ്ങൾ. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു കുഴപ്പവുമില്ല, ആക്രമണമൊന്നുമില്ല. ആ രീതിയിൽ ഒത്തിരിയേറെ, അതായത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ ഒത്തിരിയേറെ സൈനികരെ അവിടെ നിന്ന് കുറച്ചിരുന്നു. ഇതൊരു മെയിൻ പ്രോബ്ലമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇനി ഇതിനൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഇന്ത്യ POK, അതായത് നമ്മുടെ പാക് അധീന കാശ്മീർ തിരിച്ചു പിടിക്കണം. ഇന്ന് ഇന്ത്യക്ക് അതിനുള്ള പവർ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനല്ല, ഓരോ ഇന്ത്യക്കാരനും മനസ്സിലാക്കുന്നു. അതുപോലെ ഇന്ന് പാകിസ്ഥാൻ്റെ ഒരു പ്രശ്നമല്ല, 1000 പ്രശ്നങ്ങൾ ഈ കൺട്രിക്കകത്ത് തന്നെയുണ്ട്. അത് നമ്മൾ റീസെൻ്റ്ലി കണ്ടതാണ്. ട്രെയിന് ഹൈജാക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ റീസെൻ്റ്ലി കണ്ടതാണ്. അപ്പോൾ 1000 പ്രശ്നങ്ങൾ പാകിസ്ഥാന് അവരുടെ കൺട്രിക്കകത്ത് തന്നെ ഉണ്ട്. അതുപോലെ അവരുടെ സാമ്പത്തിക നിലയൊന്നും അത്ര മെച്ചമല്ല, അതായത് അവിടെ ഒന്നുമില്ലെന്ന് തന്നെ പറയാം. ഈ രീതിയിൽ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഈ സമയം. ഇന്ത്യ കയറി POK, അതായത് പാക് അധീന കാശ്മീർ പിടിക്കാൻ ഇന്ത്യക്ക് പറ്റിയ സമയമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ അതിന് മുതിരില്ല എന്നാണ്. കാരണം ഇന്ത്യക്ക് ഒരു മാസീവ് ലെവലിലോട്ട് യുദ്ധത്തിലോട്ട് പോകാൻ ഇന്ത്യക്ക് താല്പര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യ കൂടുതലും ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നോക്കുന്നത് കൂടുതൽ ഡെവലപ്മെൻറ്റ്സാണ്. അതായത് അവർ പൈസ മുടക്കുന്ന മുഴുവൻ ഡെവലപ്മെൻറ്റ് ഏരിയയിലേക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നമ്മൾ അമേരിക്കയിൽ സന്ദർശനമായിരുന്നു. ഇതിൻ്റെയൊക്കെ മെയിൻ കാര്യത്തിലുണ്ടെങ്കിൽ ട്രേഡാണ്. ഇന്ത്യക്ക് ട്രേഡാണ് വേണ്ടത്, ഇന്ത്യക്ക് യുദ്ധമല്ല വേണ്ടത്, ട്രേഡാണ് വേണ്ടത്. അതുകൊണ്ട് ഇന്ത്യ ഒരു മാസീവ് ലെവൽ യുദ്ധത്തിലോട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇന്ത്യ പാക് അധീന കാശ്മീർ തിരിച്ചു പിടിച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരും. പാകിസ്ഥാൻ ഒരു 4 കഷ്ണമാവുകയും ചെയ്യും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ചെയ്യേണ്ടത്. ചിലപ്പം അതിനൊരു 4-5 മാസം വേണ്ടി വരും. ഈ ഒരു 4-5 മാസം പക്ഷേ അത് ഇന്ത്യൻ എക്കോണമി സംബന്ധിച്ച് നല്ലതല്ല. അതുപോലെ നമുക്ക് ഒത്തിരിയേറെ സൈനികരെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ സർക്കാർ അത്രയും കയറി ഇപ്പോൾ പിടിക്കില്ല. പക്ഷേ എൻ്റെ ഒരു സജഷൻ, ഇന്ത്യൻ സർക്കാർ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു നെക്സ്റ്റ് 1 ഇയറിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, പാക് അധീന കാശ്മീർ പിടിക്കാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. അതിനുള്ള കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ഇന്ത്യക്ക് പറ്റും, നിലവിൽ ഇന്ത്യക്ക് പറ്റും. നിലവിൽ അതിനുള്ള ആയുധങ്ങളുണ്ട്. അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് ഇന്ത്യക്കത് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതാണ് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിനും കാശ്മീരിനും എല്ലാവർക്കും നല്ലത് പാക് അധീന കാശ്മീർ ഇന്ത്യയിലോട്ട് തിരിച്ചു കൊണ്ടുവരണം.